എന്നാലും ആരായിരിക്കും അവള്? ഇനി ചിലപ്പോ അവന്റെ പഴയ എക്സ് വല്ലതും ആയിരിക്കുമോ? അഞ്ജു, ആരാ അവള്? ഞാനേ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ കൂടെ ട്രെയിനിലുണ്ടായിരുന്ന കൊച്ച. നമ്മുടെ ഈ ഗൗതം മേനോൻ്റെ ഒക്കെ സിനിമ പോലെ ഞാനും ആ കൊച്ചും മാത്രം ഒരു സീറ്റിൽ. എന്നിട്ടെന്താ, ഞാൻ കുറച്ച് നേരം അവളെ നോക്കി, അവൾ എന്നെയും നോക്കി. പിന്നെ ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. ഉറങ്ങി എണീറ്റോ പിന്നെ അവളെ കാണാനുമില്ല. പിന്നെ ഇപ്പോഴാ കാണുന്നത്. പക്ഷേ അവൾക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഓ പിന്നെ ഇപ്പൊ മനസ്സിലായിരുന്നെങ്കിൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാനെ. ഒന്ന് പോയേ. അർജുൻ ഈ സ്ത്രീ വിഷയത്തിലൊക്കെ എങ്ങനെയാ? മനസ്സിലായില്ല. അല്ല, ഐ മീൻ, ആർ യു നോർമൽ വൈ നോക്കി ഒരു അൾട്ടിമേറ്റ് വൈ നോക്കി? എന്തുവാ? അല്ല, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഈ സ്പോർട്സ് പ്ലെയേഴ്സ് ഒക്കെ നോർമലി ട്രൂ ലവ് ടൈപ്പ് അല്ലേ, അതുകൊണ്ടാ. ഓ അങ്ങനെ. ഞാനും അങ്ങനൊക്കെ തന്നെയാ. ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇതുവരെ ഇല്ല. അഞ്ജലിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. അർജുൻ്റെ കോൺസെപ്റ്റ്സ് എന്തുവാ? കോൺസെപ്റ്റ്സ് ഇപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് കോൺസെപ്റ്റ്സ് ഒന്നുമില്ല. അല്ല, കോൺസെപ്റ്റ്സ് ഉണ്ട്. അതെന്തുവാ? സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. മെയിൻലി ക്രിക്കറ്റ്. പിന്നെ സപ്പോർട്ടീവ് ആയിരിക്കണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇപ്പോൾ എനിക്ക് നാളെ ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബോളെ നിൽക്കുമ്പോൾ എൻ്റെ വൈഫ് ഗാലറിയിലുണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും ക്യാമറ അങ്ങോട്ടേക്ക് ടേൺ ചെയ്യും. അപ്പോൾ അവളെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ അവളുടെ പേര് പറയും. ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ പേര് അഞ്ജലി. അഞ്ജലി ഒരു രസമില്ല. ഈ അനുഷ്ക ശർമ്മ, ഋതിക, അതുപോലെയൊക്കെ. അല്ലാതെ അഞ്ജലി ഒരു നേരം അമ്മൂമ്മയുടെ ഒക്കെ പേര് പോലെ. എന്നിട്ട് ഈ കക്ഷി ഇപ്പൊ എവിടാ? അറിയില്ല. ക്യാമ്പിന് ശേഷം ഞാൻ പിന്നെ അർജുനെ കണ്ടിട്ടില്ല. അർജുൻ അന്ന് ടീം സെലക്ഷൻ കിട്ടിയില്ലായിരുന്നു. ആൻഡ് അതവനെ വല്ലാണ്ടങ്ങ് സങ്കടപ്പെടുത്തി. അത് കഴിഞ്ഞ് അവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ വളരെ റൂഡായിട്ടാണ് പെരുമാറിയെന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു പേടി തോന്നി. ആദ്യമൊക്കെ കുറച്ച് കഴിഞ്ഞ് എല്ലാം തണുത്തിട്ട് അവനെ കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ ദിവസങ്ങളൊക്കെ അങ്ങ് പെട്ടെന്ന് പോയി. നീ എന്നിട്ട് അവനെ കാണാൻ ശ്രമിച്ചില്ലേ? ഇല്ല. അപ്പം ഈ ഇഷ്ടം നീ അവനോട് ഇതുവരെ പറഞ്ഞില്ലേ? ക്യാമ്പിന് ജോയിൻ ചെയ്യാൻ പോകണമെന്ന് ഞാൻ അവനെ ഒന്ന് വിളിച്ചു, ഒരു ഓൾ ദ ബെസ്റ്റ് പറയാൻ. പക്ഷേ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലുള്ളത് അവനോടങ്ങ് പറഞ്ഞു. നീ എന്തുവാ പറഞ്ഞേ? ഇതിപ്പോ ആരാ ഈ സമയത്ത്? ആവോ, നോക്കട്ടെ. സോറി, വരുന്ന വഴി ബൈക്കൊന്ന് സ്കിഡായി. കേക്ക് ചെറുതായി ഡാമേജ് ആയിട്ടുണ്ട്. പ്ലീസ് റിപ്പോർട്ട് ചെയ്യരുത്, ജോലി പോവും. സോറി, ഹാപ്പി ബർത്ത്ഡേ. കേക്കോ? ഹാപ്പി ബർത്ത്ഡേ മാറ്റർ പ്ലാറ്ററോ? ഇതാര ഇംഗ്ലീഷുകാരൻ? ഫ്ലാറ്റ് വല്ലതും മാറിയതാവോ? എടി ഇത് മാറ്റർ പ്ലാറ്റർ ഒന്നുമല്ല, മാസ്റ്റർ ബ്ലാസ്റ്റർ ആണ്. അതാരാ? എടി അത് വാട്സാപ്പിലൊരു സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, സച്ചിൻ കണ്ടോ അത്? ഓ, കളിയാക്കിയതായിരിക്കും. ചുമ്മാ പറഞ്ഞേ. ആക്ച്വലി ഇന്ന് എൻ്റെയും ബർത്ത്ഡേയാ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അപ്പോൾ എന്താണ് ബർത്ത്ഡേ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല. ഈവനിങ് ഫ്ലാറ്റിലൊരു ചെറിയ സെലിബ്രേഷൻ, അത്രേ ഉള്ളൂ.
ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കാൻ തനിക്ക് വേണ്ടി. അയ്യോ അതൊന്നും വേണ്ട, താൻ വിഷയതല്ലോ, അതന്നെ മതി. പക്ഷേ അടുത്ത വർഷം താൻ മറക്കാതിരുന്നാൽ മതി. അഞ്ജലിയുടെ ടൈം ഓഫ് ബർത്ത് ഓർമ്മയുണ്ടോ? അതെന്തിനാ? ചുമ്മാ പറ. 10:55 PM. അപ്പോൾ നെക്സ്റ്റ് ഇയർ കൃത്യം ആ ടൈമിൽ ഞാൻ വിഷ് ചെയ്യാം. ഓഹോ. എടി, ഇത് SS ക്ലബിന്റെ അടുത്തുള്ള ബേക്കറിയാ. അതുകൊണ്ട് അർജുൻ എന്നെ മറന്നിട്ടില്ലടി. ഏ ഞാൻ ഇപ്പൊ വരാം. എടി നിക്ക്, ഞാനും ഉണ്ട്. വീടിന്റെ കീ ഞാൻ എടുക്കുകയാണേ. നിന്റെ വേറെ ഉണ്ടല്ലോ? ആണോ? ഉണ്ട്. ആ ഓക്കേടാ, ഓക്കെ. എടാ പിന്നെ ആ നീ ആ പെണ്ണിനോട് പറഞ്ഞോ എന്ത്? നിന്റെ ഇഷ്ടം? നീ ഒന്ന് പോയേ. എടാ പറയാനുള്ളതൊക്കെ പറയുന്ന സമയത്ത് പറഞ്ഞോ, പിന്നെ അത് കഴിഞ്ഞാ പിന്നെ അതിനുള്ള അവസരം എടാ നീ കിട്ടത്തില്ല. ഒന്ന് വെച്ചിട്ട് പോയേ, എനിക്കിതേ വേറൊരു കോൾ വരുന്നുണ്ട്. ഹലോ ഹലോ. ഹലോ. ആ ഇറങ്ങിയോ? ആ ഞാൻ ദേ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ആണോ? ഒരു ഓൾ ദി ബെസ്റ്റ് പറയാൻ വിളിച്ചതാ. ഇന്നലെ ഒരു വട്ടം പറഞ്ഞാണല്ലോ. അതെ, എന്നാലും ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ആണോ? താങ്ക്സ്. എന്തോ നിന്നെ ഇപ്പോൾ ഓർത്തു, അതുകൊണ്ടാ വിളിച്ചേ. അതെന്ത് പറ്റി ഇപ്പോൾ പെട്ടെന്ന് ഓർക്കാൻ? വെറുതെ എന്തോ ഒരു മിസ്സിങ് പോലെ. എടാ, എനിക്ക് നിന്നെ ഇഷ്ടവാ. കുറെ നാളായി പറയണമെന്ന് ആഗ്രഹിക്കുന്നു, അഞ്ജലി, പക്ഷെ പറ്റിയില്ല. എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഇപ്പൊ നീ ഒന്നും പറയാൻ. ഞാൻ തന്നോട് പറയാൻ ഇപ്പൊ നീ സെലക്ഷനിൽ ഒരുപാട് വട്ടം വന്നതാ, മതി. പക്ഷെ പറ്റിയില്ല. അത് കഴിഞ്ഞ് താൻ ഇപ്പൊ ഒന്നും പറയണ്ട. ഒരു റിപ്ലൈ പറഞ്ഞാൽ ഞാൻ മതി. ക്യാമ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു മറുപടി പറഞ്ഞാൽ മതി. ഹലോ 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 ഹലോ. The number you are ചാർജും ഇല്ല. calling is currently switched off. സ്വിച്ച് ഓഫ്. Please try later. ഹായ് അർജുൻ, താങ്ക് യു. സർപ്രൈസ് ഗിഫ്റ്റിന് അപ്പോൾ ഓക്കെ അർജുൻ, ബൈ. ഈ ഒരു താങ്ക് യു പറയാനാണോ നീ ഇത്രയും കഷ്ടപ്പെട്ട് വന്നേ? എടി, നീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, നായകൻ്റെ അടുത്തു നിന്ന് നടന്നു പോകുമ്പോഴത്തേക്കും നായകൻ പുറകെ തിരിച്ചു വിളിക്കുന്നേ? ചിലപ്പോൾ അവൻ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിലോ? എടി, ലാസ്റ്റ് ചാൻസ് ആണ്, ചുമ്മാ ജാടിടാണ്ട് ചെല്ലാൻ നോക്ക്. ആണല്ലേ? ഉം. എങ്കിൽ നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. അർജുൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് പിന്നെ ഞാൻ അർജുൻ എന്നെ ഇഷ്ടമാണോ? എന്നോട് ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താ? ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് അക്കാഡമിയിൽ സെലക്ഷൻ കിട്ടുന്നത്. ക്ലാസ്സിലുള്ളതിനേക്കാളും കൂടുതൽ ഞാൻ എൻ്റെ ലൈഫ് സ്പെൻഡ് ചെയ്ത് ഗ്രൗണ്ടിലാണ്. സോ ക്ലാസ്മേറ്റ്സിനേക്കാളും കൂടുതൽ ടീംമേറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പെമ്പിളരായിട്ടൊന്നും വലിയ കമ്പനി ഇല്ല. പ്രേമിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങോട്ട് പോയി മിണ്ടാനൊക്കെ ഭയങ്കര പേടിയാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് ഇങ്ങോട്ടൊന്ന് സംസാരിക്കുന്നത്, അതും എനിക്കിഷ്ടമുള്ളൊരു കാര്യത്തെക്കുറിച്ച്. അടുത്തറിഞ്ഞപ്പോൾ അവൾക്കും അത് തന്നെ ഇഷ്ടമെന്ന് മനസ്സിലായി.
ഒരാൾ കൂടെ വേണമെന്നൊരു തോന്നല്. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇഷ്ടമാണെന്ന് പറയാതെ അത് നിന്നെ ഫീൽ ചെയ്യിപ്പിക്കാൻ ഒരുപാട് ഞാൻ ശ്രമിച്ചു. പക്ഷേ നീ അതൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ അന്ന് സെലക്ഷൻ കിട്ടാതെ വന്നപ്പോൾ വല്ലാത്തൊരവസ്ഥയായിരുന്നു. നിന്നെ വിളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നീ ദേഷ്യപ്പെടുമെന്നൊക്കെ വിചാരിച്ചിട്ടാ വിളിക്കാതിരുന്നു. എടാ പക്ഷെ ഞാൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അല്ല, നമ്മൾ ലാസ്റ്റ് സംസാരിച്ചപ്പോൾ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തില്ലേ? ഓ എടാ പക്ഷെ നിന്റെ പ്രപ്പോസലൊന്നും ഞാൻ കേട്ടിട്ടില്ല. നീ അതൊന്നും കേട്ടില്ലേ? ഇല്ലെന്നേ. ഓ, എന്നാ പിന്നെ ഞാൻ ഇപ്പൊ ഒന്ന് പ്രപ്പോസ് ചെയ്യട്ടെ? വിരാട് കോഹ്ലി അനുഷ്ക ശർമ്മനെ നോക്കുന്ന പോലെ നീ എന്നെ നോക്കൂ. അയ്യേ, നോക്കോ ഇല്ലയോ? അതിലും നന്നായിട്ട് നോക്കാം. അത്രയ്ക്ക് കോൺഫിഡൻസാ? ഇതെന്താ? തുറന്നു നോക്ക്. ജേഴ്സിയോ? ഇതെങ്ങനെ? എനിക്ക് RCBയിൽ നെറ്റ് ബോളറുടെ സെലക്ഷൻ കിട്ടി. ബാക്കിയുള്ളവർക്ക് ഇതൊരു വലിയ അച്ചീവ്മെൻ്റ് ഒന്നും ആയിരിക്കില്ല. പക്ഷേ എനിക്ക് ഇതെൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റാണ്. കണ്ണഞ്ചും ഫ്രെയിമിൽ നീ വന്നെന്നാലേ കനൽ പോലെ മാറുന്നേ തീരാ നോട്ടം. ഈ നോക്കും താണ്ടുന്നേ നിൻചിരിയാലേ കാലം തേടി കണ്ണുകൾ നിന്നിൽ ചേരും പോലെ. കണ്ണഞ്ചും ഫ്രെയിമിൽ നീ വന്നെന്നാലേ കനൽ പോലെ മാറുന്നേ തീരാ നോട്ടം. ഈ നോക്കും താണ്ടുന്നേ നിൻചിരിയാലേ കാലം തേടി കണ്ണുകൾ നിന്നിൽ ചേരും പോലെ. കാണാ ലോകം കണ്ടില്ലെന്നാൽ നീയും വായേ തീരാ ദൂരം കാണാൻ നീയും പോരെ. തീരാ വാഴ്വിൽ ഒന്നിച്ചെന്നാൽ നീയും കൂടെ. കാര്യമായി വന്നിതാ നല്ല നേരമേ. താനേ തന്നേ തന്നേ താനേ തന്നേ താനേ തന്നേ തന്നേ. നെഞ്ചോട് ചേർന്നു നിന്ന മുംബൈ ഗേൾ നീയും കണ്ണോട് ചേർന്നു നിന്ന റോയൽ ബോയ് ഞാനും. ഈ കാലം എത്ര നോക്കി നിന്ന മാത്ര ദൂരെ നിന്നോട് ചേർന്നു വന്ന എന്റെ സ്വപ്നമേ. നെഞ്ചോട് ചേർന്നു നിന്ന മുംബൈ ഗേൾ നീയും കണ്ണോട് ചേർന്നു നിന്ന റോയൽ ബോയ് ഞാനും. ഈ കാലം എത്ര നോക്കി നിന്ന മാത്ര ദൂരെ നിന്നോട് ചേർന്നു വന്ന എന്റെ സ്വപ്നമേ. സ്വീറ്റി പെണ്ണു നീ ക്യൂട്ടി പെണ്ണിനെ ക്യൂട്ടി പെണ്ണിനോ വേണ്ട ജാതകം. സ്വീറ്റി പെണ്ണു നീ ക്യൂട്ടി പെണ്ണിനെ കനവില്ലാക്കായ മുത്തേ പെണ്ണാളെ. സ്വീറ്റി പെണ്ണു നീ ക്യൂട്ടി പെണ്ണിനെ ക്യൂട്ടി പെണ്ണിനോ വേണ്ട ജാതകം. സ്വീറ്റി പെണ്ണു നീ ക്യൂട്ടി പെണ്ണിനെ കനവില്ലാക്കായ മുത്തേ പെണ്ണാളെ.